ഇന്ന് ലോക നാടക ദിനമാണ്. കേരളത്തിലെ നാടകപ്രേമികൾ ഒരിക്കലും മറക്കാത്ത നാടകങ്ങളിൽ ഒന്നാണ് കക്കുകളി. വിവാദ നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ നെയ്തൽ എന്ന നാടകസമിതി തന്നെ പൂട്ടിപ്പോയി. എന്നാൽ കലയും കലാകാരനും അസ്തമിക്കില്ലെന്ന് നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നെയ്തൽ ഇന്ന് മരുതമായി പുനർജനിച്ചിരിക്കുകയാണ്. വിമർശിച്ചവർക്ക് മറുപടിയായി ഇത്തവണത്തെ 3 സംസ്ഥാന അവാർഡുകളാണ് ഈ നാടകസമിതി നേടിയെടുത്തത്. ഇന്ന് ലോക നാടക ദിനമാണ്. നമ്മളോടൊപ്പം ആലപ്പുഴയുടെ കനാൽക്കരയിലുള്ളത് മാടമോക്ഷം എന്ന ടീമിന്റെ മരുതം എന്ന നാടക ട്രൂപ്പിന്റെ ഒരു സംഘാംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രമുഖരായ പലരുമുണ്ട്. ഒപ്പം തന്നെ തിയേറ്റർ രംഗത്ത് വളരെ പഴക്കം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഈ ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിവിധ തലമുറകളിലൂടെ കടന്നു പോകുന്ന ഒരു സംഭാഷണത്തിലൂടെയാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. സന്തോഷം. നാടകമാണ് എല്ലാം തന്നത്, ജീവിതവും തന്നത്, എല്ലാം തന്നത്. ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചെല്ലാം നാടകമാണ്. ആ 3 അക്ഷരത്തെ ചെന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ജീവിതം വല്ലാതായി പോനെ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആളാണ്. അവിടുന്ന് ഞാൻ നാടകത്തിലെത്തി, നാടകം കണ്ട് എൻ്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ എത്തിയത്. അതെല്ലാം മാറി ഞാൻ നാടകക്കാരനായപ്പോൾ എൻ്റെ വീടിന് മൊത്തത്തിൽ ഒരു മാറ്റം കിട്ടി. അതാണ് ഞാൻ ജീവിതം കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ നാടകം എൻ്റെ ജീവനാണ്, ചോരയാണ്, ചോറാണ്. നാടകം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീടും സിനിമ വാടക വീടുക. അവിടെ നിന്ന് എപ്പോഴും വേണമെങ്കിലും പറഞ്ഞോളാം. പക്ഷേ എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ വീടില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നത് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ, സിനിമയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർ തെറ്റിദ്ധരിക്കാൻ വേണ്ട, സിനിമ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സിനിമ ഉണ്ട്. മരുതം തിയേറ്റേഴ്സിൻ്റെ ഹെഡാണ് ഈ നിൽക്കുന്നത്. മാടൻ മോക്ഷം എന്ന് പറഞ്ഞൊരു നാടകമാണ് കളിക്കുന്നത്. ഫുൾ ടീം ഇവിടെ വന്നിട്ടില്ല. ഇല്ല, കുറച്ച് പല സ്ഥലങ്ങളിലുള്ള അദ്ദേഹം ഇപ്പോൾ എറണാകുളത്താണ് സെറ്റിലായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി നിൽക്കുന്നു. ഈ നല്ല നടൻ എന്ന് പറഞ്ഞവർ കിട്ടുമ്പോൾ ആ നല്ല നടനാക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പണിയെടുത്തവരാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. മാടമോക്ഷത്തിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാദങ്ങൾ ഇങ്ങനെ പുറകെ വരും. ഈ കക്കുകളി നമുക്ക് വല്ലാത്തൊരു വിവാദവും വല്ലാത്ത സംഘർഷവും വല്ലാത്ത അവസ്ഥയുമൊക്കെ സൃഷ്ടിച്ച ഒന്നാണ്. കാരണം വളരെ സ്വാഭാവികമായ ആ നാടകം മുന്നോട്ട് വരികയും അത് പ്രേക്ഷകർ വളരെ കാര്യമായ നാടകത്തെ ഏറ്റെടുക്കുകയും കേരളത്തിൽ ധാരാളം വേദികൾ കിട്ടുന്ന സമയത്താണ് യാഥാസ്ഥിതിരായ ഒരു വിഭാഗം പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ആ നാടകത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഞങ്ങളതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാടകം ശരിക്കും പറഞ്ഞാൽ നാടിൻ്റെ സ്പന്ദനങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പം നാടിൻ്റെ സമൂഹത്തിലുണ്ടാകുന്ന സ്പന്ദനങ്ങളാണ് നാടകത്തിലേക്ക് പുറത്തേക്ക് വരുന്നത്. ഇത് പലപ്പോഴും ഈ ആരാണോ ഇതിൻ്റെ പ്രതിലോഭകരമായി നിൽക്കുന്നത് അവർക്കിതിനെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത്തരം ഇപ്പോൾ യാഥാസ്ഥിതികത വല്ലാതെ വളർന്നു വരുന്നൊരു സമൂഹത്തിൽ ചില സത്യങ്ങൾ പറയാൻ നാടകക്കാർ ബാധ്യസ്ഥരാണ്. ഈ സത്യങ്ങൾ എപ്പോഴും കയ്പുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ശക്തമായ എതിർപ്പുകളെ നേരിടേണ്ടി വരും. ഞങ്ങൾ ഇതിനിടയിൽ ഒരു ചെറിയ നാടകം വേറെ അവതരിപ്പിക്കുന്നുണ്ട്, ഭക്തക്രിയ ഇതേപോലെ തന്നെ വളരെ ശക്തമായി ഇതേ വിഷയം കേരളത്തിൽ പറയാൻ ശ്രമിക്കുന്നൊരു നാടകമാണ്. പിന്നെ ഇത് മികച്ച സംവിധായകനായി മാറിയ ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കക്കുകളിയിൽ ഉണ്ടായ ഒരു വിവാദത്തിന് ശേഷം പുതിയൊരു നാടകത്തിലേക്ക് പോകുമ്പോൾ വല്ല ഭയവും ഉണ്ടായിരുന്നു? ഇല്ല, പേടിയില്ല. വിവാദം ഉണ്ടാക്കുകയല്ലേ, ഞങ്ങളല്ല, ആളുകൾ. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ വിവാദമാണ്. അത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഏറ്റവും ആഴത്തിലുള്ള പിന്നെ ഏറ്റവും ബേസിലുള്ള മനുഷ്യരെ പറ്റിയിട്ട്, അവൻ്റെ ഭൂമിയെ പറ്റിയിട്ട്, മണ്ണിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ മരുതം തിയേറ്റർ ഗ്രൂപ്പ് ഇത് മുഴുവൻ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഈ അവാർഡിന് ശേഷം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് വലിയ 3 അവാർഡുകൾ കിട്ടിയല്ലോ, പ്രധാനപ്പെട്ട 3 അവാർഡുകൾ കിട്ടി. വലിയ സന്തോഷത്തിലാണ്, വലിയ ശക്തിയിലാണ്. ഇപ്പോൾ ഏതാണ്ട് 20ഓളം ബുക്കിങ് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ 20ഓളം ബുക്കിങ് വന്നിട്ടുണ്ട്. കക്കുകളിയിലെ അംഗമായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ വിവാദങ്ങൾ കണ്ടുകേട്ട് പഠിച്ചു വന്നതുകൊണ്ട് വിവാദങ്ങളെ ഇനിയിപ്പോൾ അഭിമുഖീകരിക്കാമെന്നൊരു ധൈര്യമായി. സംസാരിക്കുന്നവരോട് എപ്പോഴും പ്രതിഷേധങ്ങളുണ്ടാവും അല്ലേ? ആ പ്രതിഷേധങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് നാടകക്കാരൻ്റെ ലക്ഷ്യം. സമൂഹത്തിൽ എങ്ങനെ എന്ത് സംഭവിച്ചാലും അതിനെ എതിർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമേ ഞങ്ങൾ ഇനിയും മരുതത്തിലൂടെയും സംസാരിക്കൂ. അത് തന്നെയാണ് നെയ്തലിൽ ചെയ്തത്. നാടകവും ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ പറയുന്ന ടീമിൻ്റെ ഒപ്പമുള്ളവരാണ്. ഞാൻ തിയേറ്ററാണ് പഠിക്കുന്നത്. നാടകം സംസാരിക്കുന്നത് അതൊരു വിനോദം മാത്രമല്ല, അതിനപ്പുറം ഒരു കൃത്യമായ നിലപാട്, കൃത്യമായ ഒരു ആശയം, കൃത്യമായ ഒരു രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച നാടകം. ക്രിസ്തുവേഷത്തിൽ പോയി കോടതി നിൽക്കേണ്ടി വന്നതാണ്. അതെ, ക്രിസ്തുവായിട്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കാര്യങ്ങൾ അറിയാതെയാണ് നാടകത്തെ കണ്ണോടിച്ച് എതിർക്കുന്നത്. നാടകം പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ജനങ്ങളുടെ അപ്പവും സ്വാതന്ത്ര്യവും ഒക്കെയാണ്. മതമൗലികവാദം തലയ്ക്ക് പിടിച്ച ആൾക്കാർ പല കോഴ്സുകളിലും കാണിക്കും. നെയ്തൽ തിരിച്ചടി നേരിട്ടപ്പോൾ 3 അവാർഡുകൾ കൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ടാണ് മരുതം തിയേറ്റേഴ്സ് ഇപ്പോൾ തലയുയർത്തി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണ് നാടകവും. എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെടുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും അത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.